നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. കൊലപാതകനെ തെരഞ്ഞെടുത്തവർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 19 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട്, ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും അവനിൽ കണ്ടില്ല. ഹേരോദാവും കണ്ടില്ല. അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല സ്പഷ്ടം. അതുകൊണ്ട് ഞാൻ അവനെ അടിപ്പിച്ച് വിട്ടയക്കും എന്ന് പറഞ്ഞു. അവനെ നീക്കിക്കളക, ബറബാസിനെ വിട്ടുതരിക എന്നെല്ലാവരും കൂടെ നിലവിളിച്ചു. ഉത്സവം തോറും ഒരുത്തിനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അവനോ നഗരത്തിലുണ്ടായ ഒരു കലഹവും കൊലയും ഹേതുവായി തടവിലായവൻ ആയിരുന്നു. യേശുവിനെ പിടിച്ചവർ ആദ്യം ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി, പിന്നീട് കയ്യഫാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി, പിന്നീട് സന്നദ്രിയും സംഘത്തിൻ്റെ അടുക്കൽ, ന്യായാധിപ സംഘത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി, നാലാമത് പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി, അഞ്ചാമത് ഹേരോദാവിൻ്റെ അടുക്കൽ, ആറാമത് വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നേരം ഏതാണ്ട് ഉച്ചയോടടുത്തു. ഈ ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ യേശു ഒന്നും കഴിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുമുണ്ട്. നന്നായിട്ട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും തളരാവുന്ന നിലയിലുള്ള പീഡനങ്ങൾ ഇതിനോടകം യേശുവിനുണ്ടായി. പക്ഷേ ഒരു സന്തോഷ വാർത്ത പീലാത്തോസ് പറയുകയാണ്. നിങ്ങൾ കാണുക, ഞാൻ വിസ്മരിച്ചു. നിങ്ങൾ പറഞ്ഞ കുറ്റമൊന്നും അവൻ ചെയ്തതായിട്ട് തെളിഞ്ഞിട്ടില്ല. കാരണം യേശു ഗലീലയിൽ തുടങ്ങി ജനത്തെ രാജ്യത്തിനെതിരെയോ യഹൂദ മതത്തിനെതിരെയോ കലഹിപ്പിച്ചിരുന്നെങ്കിൽ യേശുവിൻ്റെ ആളുകളെ കൊണ്ട് അവിടെ നിറയുമായിരുന്നു. ജനസഹസ്രങ്ങൾ യേശു യേശു എന്ന് പറഞ്ഞ് യേശുവിനെ വിടണം, യേശുവിനെ വിട്ടയക്കണം എന്ന് പറഞ്ഞ് മറുപടി കൂട്ടുമായിരുന്നു. അങ്ങനെ സംഭവമില്ല. യേശുവിൻ്റെ ഒരാളും ഒരു സാക്ഷ്യം പറയാനായിട്ട് അവിടെ വന്നിട്ടില്ല. അരുമശിഷ്യന്മാർ 12 പേര്, അവരും വന്നിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നത് തികച്ചും കള്ളമാണ് എന്നുള്ളത് പീലാത്തോസിന് വ്യക്തമായി. അത് പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ ഉന്നയിച്ച യാതൊരു ആരോപണവും എനിക്ക് ബോധ്യമായിട്ടില്ല, അങ്ങനെയില്ല. മാത്രവുമല്ല, നിങ്ങൾ പറഞ്ഞു ഗലീലയിൽ തുടങ്ങി ആളുകളെ രാജ്യത്തിനെതിരെയോ മതത്തിനെതിരെയോ ധരിപ്പിക്കുകയാണെന്ന്. ഹേരോദാവിൻ്റെ അടുക്ക് ഞാൻ അയച്ചു, ഹേരോദാവും കണ്ടില്ല. അതുകൊണ്ട് മരണയോഗ്യമായതൊന്നും ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാനിവനെ അടുപ്പിച്ച് വിട്ടയക്കാം. അപ്പോൾ അവർ പറയുകയാണ്, ഇവനെ കുരിശിക്കണം. സാധാരണ ഉത്സവം തോറും, അതായത് പെസഹ പെരുന്നാളിൻ്റെ ദിവസത്തിൽ, പെസഹ എന്ന് പറഞ്ഞ ഇസ്രായേലിന് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ടായ അതിൻ്റെ ഓർമ്മയാണല്ലോ. അപ്പോൾ അന്ന് ഒരു കുറ്റവാളിയെ റോമ ഗവൺമെൻറ് റിലീസ് ചെയ്യണം, വെറുതെ വിടണം എന്നൊരു ചട്ടം, ഒരു രീതി, ഒരു കീഴ്വഴക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് പുറത്തു വരേണ്ട ആള് ബറബാസാണ്. ബറബാസാണെങ്കിൽ നഗരത്തിലുണ്ടായ ഒരു കലഹവും കൊലയും ഹേതുവായി തടവിലായവന്. അവൻ കവർച്ചക്കാരനാണ്, കൊലപാതകനാണ്, കലഹക്കാരനാണ്. അവൻ പുറത്തു വന്നാൽ ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകത്തില്ല. അവർക്ക് സ്വൈര്യമായിട്ട് കിടന്നുറങ്ങാനൊക്കെയില്ല. കാരണം അവൻ കവർച്ചക്കാരനാണ്, കൊലപാതകനാണ്. ആരെയാണ് ഏത് സമയത്താണ് കൊല്ലുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. കേരളത്തിൽ ഒരു മനുഷ്യൻ ഒരു കൂട്ടക്കൊല ചെയ്തു. അവന് സ്വാഭാവികമായ പരോള് കിട്ടി. അവൻ ഇറങ്ങി വന്നിട്ട് വീണ്ടും ആ കുടുംബത്തിലെ ബാക്കി ആളുകളെ കൊല്ലാൻ തയ്യാറായി. അതുപോലെ ബറബാസിനെ സ്വതന്ത്രനാക്കിയാൽ ബറബാസ് കൊലപാതകവും കവർച്ചയും നടത്തും.
അതവർക്കറിയാം. എന്നിട്ടും അവർ പറയുകയാണ്, യേശുവിനെ വിട്ടയക്കരുത്. ഉത്സവം തോറും ഒരാളെ വിടാം, ആ പഴുതിൽ യേശുവിനെ വിടരുത്. ഇന്ന് വിടേണ്ടത് ബറബാസിനെയാണ്. ഞങ്ങൾക്ക് ബറബാസിനെ വിട്ടുതരിക, യേശുവിനെ കുരിശിക്കാം. പിലാത്തോസ് ചോദിച്ചിരുന്നു, ഈ രണ്ടുപേരിൽ ആരെ വിട്ടുതരണം? യേശുവിനെ വിട്ടാൽ, യേശുവിനെ സമൂഹത്തിലേക്ക് വിട്ടാൽ ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ഉണ്ടാകും, ഒരുപാട് പേർക്ക് സ്വസ്ഥത ഉണ്ടാകും, വീടുകളിൽ സമാധാനം ഉണ്ടാകും. പക്ഷെ അവർ പറഞ്ഞു, അത് വേണ്ട, ഞങ്ങൾക്ക് കലഹം മതി, കൊലപാതകം മതി. ജീവനായകനെ അവർ തള്ളിപ്പറഞ്ഞു. കൊലപാതകന് വിട്ടുതരണം എന്ന് ചോദിച്ചു എന്ന് അപ്പോസ്തലപ്രവൃത്തികളിലുണ്ട്. അതാണ് യഹൂദന്മാർ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഇന്നും അവരുടെ കലഹവും കൊലയും മാറിയിട്ടില്ല. അവരിഷ്ടപ്പെട്ടത് സമാധാനത്തിൻ്റെ പുത്രനായ യേശുവിനെ അല്ല, ആ ധൂർത്തുപുത്രനെയാണ്, ആ കൊലപാതകനെയാണ് അവരിഷ്ടപ്പെട്ടത്. ഇപ്പോഴും അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവം നമ്മോട് ചോദിക്കുന്നത് നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്നാണ്. പല ആളുകൾക്കും സമാധാനദായകനായ, പാപമോചനം തരുന്ന, സന്തോഷം തരുന്ന, അനുഗ്രഹം തരുന്ന, അഭിവൃദ്ധി തരുന്ന ദൈവമായ യേശുവിനെ വേണ്ട. യേശുവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചാൽ ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, തലമുറകൾക്ക് അനുഗ്രഹമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.